അപ്പോൾ ഗൈസ് ഡോക്ടർ സ്ട്രേഞ്ച് ഇനി അവഞ്ചേഴ്സിന്റെ കൂടെയല്ല, ഡോക്ടർ ഡൂമിന്റെ കൂടെ ആണെങ്കിൽ എന്തായിരിക്കും? കേൾക്കുമ്പോൾ തന്നെ ഒരു ക്രേസി തിയറി പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില പുതിയ ലീക്സ് ശരിയാണെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമ്മൾ കാണാൻ പോകുന്നത് എംസിയിലെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് അലയൻസിൽ ഒന്നായിരിക്കും. പുതിയ ലീക്ഡ് ഇമേജസിൽ ഡോക്ടർ ഡൂമിന്റെ ഒരു മിസ്റ്റീരിയസ് വിസാർഡ് സൈഡ് കിക്കിന്റെ കോസ്റ്റ്യൂമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം ഫോർഹെഡിലുള്ള തേർഡ് ഐ സ്ലോട്ടാണ്. ഇതുമായി ചേർത്ത് നോക്കുമ്പോൾ ഈ മിസ്റ്റീരിയസ് ക്യാരക്ടർ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ വലിയൊരു റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കും? ഡോക്ടർ സ്ട്രേഞ്ച് എന്തിനാണ് ഡോക്ടർ ഡൂമിന്റെ സൈഡ് കിക്ക് ആകുന്നത്? അതിനുള്ള ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ എൻഡിംഗ് ഒന്ന് നോക്കണം. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ അവസാനം നമ്മൾ കണ്ടത് സ്ട്രേഞ്ചിന്റെ ഫോർഹെഡിൽ ഒരു തേർഡ് ഐ വരുന്നതാണ്. ഡാർക്ക് ഹോൾഡിന്റെ ഉപയോഗത്തിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ഈ തേർഡ് ഐ വന്നത്. അതിന് പിന്നാലെ ക്ലിയ എത്തി സ്ട്രേഞ്ച് ഉണ്ടാക്കിയ ഇൻകേഷൻ ശരിയാക്കാൻ അവളുടെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്നാണ് കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. സ്ട്രേഞ്ചിന്റെ മൾട്ടിവേഴ്സ് ജേണി അവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് എംസി ഇതുവരെ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡൂംസ്ഡേയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ലീക്ക് ശരിയാണെങ്കിൽ ആ ജേണി ഒരു വലിയ കണക്ഷൻ ഡോക്ടർ ഡൂമിലേക്ക് വരാം. മാർച്ചിൽ ഇൻഡസ്ട്രി റിപ്പോർട്ടറായ ഡാനിയൽ റിച്ച്മാൻ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഡോക്ടർ ഡൂമിന്റെ പ്രൈമറി സൈഡ് കിക്ക് അല്ലെങ്കിൽ സപ്പോർട്ടർ ആയി പ്രവർത്തിക്കുമെന്നാണ് ക്ലെയിം ചെയ്തത്. ഡോക്ടർ ഡൂമിന്റെ റൈറ്റ് ഹാൻഡ് മാൻ ഒരു വിസാർഡ് ആയിരിക്കും, സ്ലിംഗ് റിംഗ് ഉപയോഗിക്കും, ഡൂമിനെ പോലെ ഒരു മാസ്ക് ധരിക്കും, അതിൽ തേർഡ് ഐക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ഉണ്ടാകും എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന ലീക്ഡ് പ്രൊമോഷണൽ ഇമേജിൽ തേർഡ് ഐ ഓപ്പണിംഗ് ഉള്ള ഒരു മിസ്റ്റീരിയസ് ഡൂം വിസാർഡ് കോസ്റ്റ്യൂം പുറത്തു വന്നതോടുകൂടിയാണ് ഈ പഴയ റിപ്പോർട്ട് വീണ്ടും വലിയ ചർച്ചയായത്. അതുകൊണ്ട് ഫാൻസ് ഇപ്പോൾ പറയുന്നത് ഇത് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ക്ലിയർ ആയി പറയണം, ഇതിപ്പോഴും ലീക്കാണ്. മാർവൽ സ്റ്റുഡിയോസ് ഇതുവരെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ആ ക്യാരക്ടർ എന്ന് ഒഫീഷ്യലി എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീഡിയോയിൽ ഇത് കൺഫേംഡ് ന്യൂസ് എന്ന രീതിയിൽ പറയുന്നതിന് പകരം ലീക്ക് സൂചിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് കാണേണ്ടത്. ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു തിയറി വരുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് ഒരു വില്ലൻ ആകാൻ വേണ്ടിയിട്ടല്ല ഡൂമിന്റെ കൂടെ പോകുന്നത് എന്ന് കരുതാം. പകരം മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ ഡൂമിന്റെ പ്ലാൻ മാത്രമാണ് ശരിയെന്ന് സ്ട്രേഞ്ച് വിശ്വസിച്ചാൽ ഇത് കേൾക്കുമ്പോൾ ക്രേസി ആണെന്ന് തോന്നാം. പക്ഷേ സീക്രട്ട് വാർസ് കോമിക്സിന്റെ സ്റ്റോറി ലൈൻ നോക്കിയാൽ ഇതൊരു വലിയ കണക്ഷൻ കാണാം. ജോണത്തൻ ഹിക്സ്മന്റെ 2015 പുറത്തിറങ്ങിയ സീക്രട്ട് വാർസ് നോക്കിയാൽ മൾട്ടിവേഴ്സ് തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിവേഴ്സ് തമ്മിൽ ഇൻവേഷൻ നടക്കുകയും ഒടുവിൽ മൾട്ടിവേഴ്സ് കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ ഡൂം ബിയോണ്ടേഴ്സിന്റെ പവർ ഉപയോഗിച്ച് ബാറ്റിൽ വേൾഡ് എന്നുള്ളൊരു പുതിയ റിയാലിറ്റി സൃഷ്ടിച്ച് അതിന്റെ ഗോഡ് എംപററായി മാറുന്നു. ആ ഒരു സ്റ്റോറി ലൈനിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഡൂമിന്റെ സൈഡ് കിക്കായി മാറുന്നുണ്ട്. സ്ട്രേഞ്ച് ഡൂമിനെ വിശ്വസിക്കുന്നത് കൊണ്ടല്ല, അത് മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ ഡൂം മാത്രമാണ് കേപ്പബിൾ എന്ന് സ്ട്രേഞ്ച് കരുതിയത് കൊണ്ടാണ്. അതുകൊണ്ട് MCU ഇതേ കോൺസെപ്റ്റ് എടുത്ത് മാറ്റിയാൽ സ്ട്രേഞ്ച് ഒരു വില്ലനായി മാറുന്നതല്ല, മറിച്ച് സ്ട്രേഞ്ച് ഡൂമിനെ തടയാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച് ഡൂമിന്റെ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി മാറാം. ഇനി ലീക്ഡ് കോസ്റ്റ്യൂമിലുള്ള തേർഡ് ഐയിലേക്ക് വരാം. ഇത് വെറുതെ ഒരു ഡിസൈൻ ചോയ്സ് ആണോ അതോ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഐഡന്റിറ്റിയുടെ ക്ലൂ ആണോ എന്നതാണ് വലിയ ക്വസ്റ്റ്യൻ. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ എൻഡിങ്ങിൽ സ്ട്രേഞ്ചിന് തേർഡായി വന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുകൊണ്ട് പുതിയ കോസ്റ്റ്യൂമിലും അതേ വിഷ്വൽ ക്ലൂ വരുന്നത് കോയിൻസിഡൻസ് ആണോ എന്ന് സംശയിക്കാം. അതിനോടൊപ്പം സ്ലിംഗ് റിംഗ് പോലുള്ള ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സിഗ്നേച്ചർ മാജിക്കൽ എലമെന്റ്സിനെ കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ തിയറി ഇപ്പോൾ ഫാൻസിനിടയിൽ കൂടുതൽ ബിലീവബിൾ ആയി തോന്നുന്നുണ്ട്. പക്ഷേ വീണ്ടും പറയാം, ലീക്ഡ് ഇമേജ് ആയതുകൊണ്ട് ക്യാരക്ടർ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മാർവൽ തന്നെ റിവീൽ ചെയ്യുന്നത് വരെ ഇത് റൂമറായി തന്നെ കാണണം. ഇതാണ് ഈ മുഴുവൻ കാര്യത്തിൽ ഏറ്റവും വലിയ പോയിന്റ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒരു സാധാരണ അവഞ്ചേഴ്സ് വേഴ്സസ് ഡൂം മൂവി മാത്രമാകാൻ സാധ്യതയില്ല. ഇപ്പോഴുള്ള സെറ്റപ്പ് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ യൂണിവേഴ്സിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു വലിയ മൾട്ടിവേഴ്സൽ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫാന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സ്, എക്സ്മെന്റെ യൂണിവേഴ്സ്, അവഞ്ചേഴ്സിന്റെ എർത്ത്, ഇങ്ങനെ പല സൈഡ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന രീതിയിലാണ് മൂവി ഒരുക്കുന്നത്. അപ്പോൾ ഡൂമിന് ഈ ഒരു മുഴുവൻ മൾട്ടിവേഴ്സിനെ മനസ്സിലാക്കാൻ ഒരു പവർഫുൾ സോഴ്സറിന് ആവശ്യമായാൽ അതിന് ഡോക്ടർ സ്ട്രേഞ്ചിനേക്കാൾ പെർഫെക്റ്റ് ആയ മറ്റൊരു ക്യാരക്ടർ എംസിൽ ഉണ്ടാകില്ല. ഡൂം ടെക്നോളജിയിലും സയൻസിലും മാസ്റ്ററാണ്, സ്ട്രേഞ്ച് മാജിക്കിലും മൾട്ടിവേഴ്സിലും മാസ്റ്ററാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരുമിച്ചാൽ ഡൂമിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും സ്ട്രേഞ്ച്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സീക്രട്ട് വാർസിലേക്ക് കണക്ട് ചെയ്യാം. 2015 സീക്രട്ട് വാർസിൽ ഡോക്ടർ ഡൂം ഒരു ബ്രോക്കൺ മൾട്ടിവേഴ്സിന്റെ ഫ്രാഗ്മെന്റ് ഉപയോഗിച്ച് ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കുന്നു. അവിടെ ഡൂം ഒരു സാധാരണ വില്ലനല്ല, എല്ലാവരുടെയും ഒരു ദൈവമായ ഗോഡ് എംപറർ ആണ്. സ്ട്രേഞ്ച് ഡൂമിന്റെ കൂടെ നിന്നു, പക്ഷേ പിന്നീട് സ്ട്രേഞ്ച് ഡൂമിന്റെ യഥാർത്ഥ ഇന്റൻഷൻ മനസ്സിലാക്കുകയും കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നു. MCU ഇതേ സ്ട്രക്ചർ ഫോളോ ചെയ്താൽ ഡൂംസ്ഡേയിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഡൂമിന്റെ സൈഡിലായിരിക്കാം. പക്ഷേ സീക്രട്ട് വാർസിലേക്ക് പോകുമ്പോൾ ഡൂമിന്റെ യഥാർത്ഥ പ്ലാൻ മനസ്സിലാക്കുകയും അവഞ്ചേഴ്സിന്റെ സൈഡിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ എൻഡിംഗ് മുതൽ സീക്രട്ട് വാർസ് വരെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഒരു കംപ്ലീറ്റ് ആർക്ക് കിട്ടും. പക്ഷേ സ്ട്രേഞ്ച് ശരിക്കും ഈവിലാകുമോ? എനിക്ക് പേഴ്സണലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ഇതാണ്. സ്ട്രേഞ്ചിനെ വീണ്ടും ഒരു സ്ട്രൈറ്റ് അപ്പ് വില്ലനാക്കുന്നത് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരിക്കും. പക്ഷേ മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാകുന്ന സ്ട്രേഞ്ച് എന്ന രീതിയിൽ ക്യാരക്ടറിനെ കാണിച്ചാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം സ്ട്രേഞ്ച് ഇതിനു മുമ്പ് വലിയ സാക്രിഫൈസ് എടുത്തിട്ടുണ്ട്. മൾട്ടിവേഴ്സ് കൊളാപ്സ് തടയാൻ ഡൂമിന്റെ പ്ലാൻ മാത്രമാണ് സൊല്യൂഷൻ എന്ന് സ്ട്രേഞ്ച് വിശ്വസിച്ചാൽ അവഞ്ചേഴ്സിനെ പോലും എതിർക്കാൻ അയാൾ തയ്യാറാകും. അപ്പോൾ ഡൂമിന്റെ സൈഡിൽ നിൽക്കുന്ന സ്ട്രേഞ്ച് യഥാർത്ഥത്തിൽ വില്ലനാണോ അതോ മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ എന്നതാണ് സിനിമയിലെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ എല്ലാം കൂട്ടിവെച്ചാൽ ഡോക്ടർ സ്ട്രേഞ്ച് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂം
ഡൂമിന്റെ മിസ്റ്റീരിയസ് വിസാർഡ് സൈഡ് കിക്കായി വരുന്നു എന്ന തിയറി ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആണ്. പുതിയ കോസ്റ്റ്യൂമിലെ തേർഡ് ഐ ഡീറ്റെയിൽ, പഴയ റിപ്പോർട്ട്സ്, മൾട്ടിവേഴ്സ് ഓഫ് മെനസിന്റെ എൻഡിങ്, പിന്നെ 2015 സീക്രട്ട് വാർസിലെ ഡോക്ടർ സ്ട്രേഞ്ച് ഡൂം റിലേഷൻഷിപ്പ്, ഇതെല്ലാം തമ്മിൽ സർപ്രൈസിംഗ്ലി നല്ല കണക്ഷൻ ഉണ്ട്. പക്ഷേ വീണ്ടും പറയട്ടെ, ഇതൊന്നും മാർവൽ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഡൂമിന്റെ റൈറ്റ് ഹാൻഡ് മാൻ ആണെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മൂവി തന്നെ റിവീൽ ചെയ്യുന്നതുവരെ ഇത് സ്ട്രോങ്ലി തിയറിയായി മാത്രം കാണുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഇത് ശരിയാണെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മെനസിന്റെ എൻഡിങ് നമ്മൾ കരുതിയതിലും വലിയ പ്ലേ ഓഫ് ആണ് ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലീക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഡോക്ടർ സ്ട്രേഞ്ച് ഡൂമിന്റെ സൈഡിൽ നിൽക്കുമോ, അതോ ഈ ലീക്ക് മറ്റൊരു ക്യാരക്ടറിനെ കുറിച്ച് ആയിരിക്കുമോ പറയുന്നത്? അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ഫാൻ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.